വളരെ ആവേശോജ്വലമായ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ബ്രിഡ്കോയുടെ ചെയർമാൻ എൻ്റെ ചിരകാല സുഹൃത്ത് ഹംസ അഞ്ചുമുക്കിൽ, ബ്രിഡ്കോയുടെ മാനേജിംഗ് ഡയറക്ടർ, നമുക്ക് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മുത്തു, ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെ അനർഘമായ ഒരു നിമിഷമാണിത്. വളരെ വിലപ്പെട്ട ഒരു സന്ദർഭമാണ്. ചെറിയ തുടക്കങ്ങൾ എങ്ങനെ വലിയ ആകാശങ്ങളെ പുൽകുന്നു എന്ന് തെളിയിക്കുന്ന, നമ്മുടെ മുമ്പാകെ വരച്ചു കാട്ടുന്ന ഐതിഹാസികമായ വളർച്ചയാണ്, വികാസമാണ് ബ്രിഡ്കോ കഴിഞ്ഞ വർഷങ്ങളിലൂടെ ആർജിച്ചിട്ടുള്ളത്. അത് ബ്രിഡ്കോ സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്നവർക്ക് മാത്രമല്ല, എന്നെപ്പോലുള്ള ഈ മഹത്തായ പ്രവർത്തനത്തെ നോക്കിക്കണ്ട, അതിനെ വളരെ ആവേശത്തോടെ പ്രത്യാശയോടെ നോക്കിക്കണ്ട പൊതുപ്രവർത്തകർക്ക്, എല്ലാ നാട്ടുകാർക്കും, എല്ലാവർക്കും അഭിമാനകരമാണ്. പ്രത്യേകിച്ച് ഞാനൊരു കോട്ടക്കൽക്കാരനാണ്. കോട്ടക്കലിൻ്റെ മണ്ണിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു നക്ഷത്രം അതതിൻ്റെ ശോഭ പരത്തി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് അതിന്ന് ഇന്ത്യക്ക് പുറത്തും നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുക എന്നാണ് എല്ലാവരും പറയാറുള്ളത്. ഇവിടെ അവരെ തൊഴിൽ നൽകുന്നവരാക്കി, അവരെ എൻ്റർപ്രീനർമാരാക്കി മാറ്റി, അവരെ തൊഴിൽ ദായകരാക്കി മാറ്റി, അവരെ ബിസിനസ്സിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന വലിയൊരു സ്ഥാപനമായിട്ട് ഇന്ന് ബ്രിഡ്കോ വളർന്നിരിക്കുന്നു. നിങ്ങളൊക്കെ ഇവിടെ വെച്ച് ഈ ഒരു സന്ദർഭത്തിൽ കാണുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. നിങ്ങളും ബ്രിഡ്കോ വളരട്ടെ, ബ്രിഡ്കോയിലൂടെ നിങ്ങളൊക്കെ വളരട്ടെ എന്ന് ആശംസിക്കുകയാണ് എനിക്ക് അവസരത്തിൽ ചെയ്യാനുള്ളത്. ഇവിടെ വരാനും, ഈ കിൻഫ്ര കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രമാണ്. സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന മലബാറിലെ, നമ്മുടെ മലപ്പുറം ജില്ലയിലെയൊക്കെ, ജില്ല മാത്രമല്ല ഉത്തര കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ സ്ഥലത്ത് ബ്രിഡ്കോ അതിൻ്റെ ഇടം നേടി എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. ബ്രിഡ്കോ ഇവിടെ ഇരിപ്പുറപ്പിച്ചു ഇതിനകത്ത് എന്ന് പറയുന്നത് എന്നെപ്പോലുള്ളവരെ ഹഠാത് ആകർഷിക്കുന്നു, അഭിമാന പുളകിതരാക്കുന്നു. ബ്രിഡ്കോയുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും സാഗൂതം ജിജ്ഞാസാപൂർവം നോക്കി നിന്നവരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ട മുത്തു ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വികാരഭരിതനായിട്ടാണ് ഞാനും കേട്ടത്. എനിക്കും ഇതിൽ വളരെ ചെറുതെങ്കിലുമായ പങ്ക് ഇതിൻ്റെ തുടക്കത്ത് ഈ ചെറുപ്പക്കാരെ ഒന്നും ചെയ്തിട്ടില്ല, ആ പങ്ക് എന്ന് പറഞ്ഞൊന്നും ചെയ്തിട്ടുള്ള പങ്കല്ല, അവരോട് നല്ല വാക്ക് പറഞ്ഞിട്ടോ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടോ അവരുടെ ഈ കൃത്യത്തോടൊപ്പം മാനസികമായ പിന്തുണ കൊടുത്തിട്ടോ എങ്കിലും എനിക്കും നിൽക്കാൻ കഴിഞ്ഞല്ലോ എന്ന അഭിമാനമാണ് ഇതിൻ്റെ വളർച്ച ഇന്ന് കാണുമ്പോൾ എന്നിലുണ്ടായിത്തീരുന്നത്. ഇംഗ്ലീഷിലൊരു പഴമൊഴിയുണ്ട്, മാൻ ക്യാൻ ചേഞ്ച് ഹിസ് വേൾഡ് ഇഫ് ഹി ക്യാൻ ചേഞ്ച് ഹിസ് മൈൻഡ്. മനസ്സ് മാറ്റുകയാണെങ്കിൽ ആർക്കും ലോകത്തെ മാറ്റാം. ലോകത്തെ മാറ്റാനാണ് എല്ലാവരും ഇറങ്ങി പുറപ്പെടുന്നത്, സ്വന്തം മനസ്സ് മാറ്റാൻ ആരും ഇറങ്ങുന്നില്ല. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അധപ്പതനം. എല്ലാവരും ലോകം നന്നാക്കാനും ലോകത്തെ മാറ്റാനും ഇറങ്ങി തിരിച്ച് അങ്ങ് നടക്കണം. ലോകം അങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം. അവനവൻ്റെ മനസ്സ് മാറ്റിയാൽ ലോകത്തെ മാറ്റാം. നമ്മളവസാനം നമ്മുടെ മനസ്സിലാണുള്ളത്. നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. എല്ലാം അങ്ങനെയാണ്. നാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായ വാക്കുണ്ട്, മനോമയമിതം സർവം. എല്ലാം മനസ്സാണ്. ഞാനെന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ മനസ്സിന് കേന്ദ്രീകരിച്ചിട്ടാണ് നിൽക്കുന്നത്.
ഓരോ വ്യക്തിയും അയാളുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ, ഭാവങ്ങൾ, വിചാരങ്ങൾ, അതൊക്കെയാണ് അയാളെ രൂപപ്പെടുത്തുന്നത്. അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ, അയാളുടെ അഭീഷ്ടങ്ങളെ, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളെ, കയറ്റിറക്കങ്ങളെ, ഉത്ഥാനപതനങ്ങളെ ഒക്കെ നിർണ്ണയിക്കുന്ന അയാളുടെ മനസ്സാണ്. ഒരാളുടെ മനസ്സ് കേടാണെങ്കിൽ പിന്നെ അയാളെ നന്നാക്കാൻ കഴിയില്ല. ഈ ലോകത്ത് വലിയ വലിയ അക്രമമൊക്കെ പ്രവർത്തിക്കുന്നവരെ കണ്ടിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ സ്വന്തം അമ്മയെ കൊന്നിട്ട്, ഈ കഴിഞ്ഞ ദിവസം ഈ കേരളക്കരയിൽ അമ്മയെ കൊന്നിട്ട് മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു. അതൊക്കെ നടക്കുന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് അയാളെ മനസ്സാണ്. സ്വന്തം പെറ്റ തള്ളയോടാണ് ഈ ചെയ്യുന്നത്. അതൊരു മനസ്സാണ്. ഇങ്ങനെ മനസ്സിലാണ് എല്ലാം ഉള്ളത്. ഈ മനസ്സിനെ ഒരാൾക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ ഒരാൾക്ക് എത്രത്തോളം ഉയർന്നു പോകാൻ കഴിയുന്നതിന് അതിർത്തികളില്ല. സ്കൈ ഈസ് ദ ലിമിറ്റ്. അയാളുടെ പരിധി ആകാശമാണ്. ഇത്രയും ഉയർന്നു പോകാം. നല്ല വിചാരങ്ങൾക്ക് വേണ്ടി മനസ്സിൻ്റെ ജാലകങ്ങൾ തുറന്നിടാം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഒരു വലിയ വിചാരം, ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചാൽ മനുഷ്യനവിടെ എത്തിയിരിക്കുന്നു. അനുഭവത്തിൽ നിന്ന് പറയാറുണ്ടെന്നാണ് ഞാൻ പറയണത്, വലിയ തത്വമായിട്ട് പറയണതല്ല. എത്രയോ ആളുകൾ പറയണത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാനൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു, ഞാനത് നേടി. അത് മനസ്സാണ്. അയാളെ മനസ്സിൽ ഉദ്ദേശിക്കണം, ഇന്ന കാര്യം എനിക്ക് അച്ചീവ് ചെയ്യണം, ഇന്ന കാര്യത്തിലേക്ക് ഐ വിൽ മാർച്ച് ഫോർവേഡ് ടു മൈ ഡെസ്റ്റിനേഷൻ. സോ ദർ ഷുഡ് ബി എ ഡെസ്റ്റിനേഷൻ. ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കണം. അതിലേക്കുള്ളൊരു മാർച്ചാണ് ബ്രിഡ്കോ സ്വയം നടത്തിയത് മാത്രമല്ല ബ്രിഡ്കോ ചെയ്തത്. ബ്രിഡ്കോ അതിനു വേണ്ടി ഒരു വലിയ യുവസമൂഹത്തെ സജ്ജമാക്കി. അതാണ് ബ്രിഡ്കോയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്രിഡ്കോ സ്വയം ഒറ്റയ്ക്ക് വളർന്നൊരു പ്രസ്ഥാനമല്ല, ബ്രിഡ്കോ വളർത്തിയ പ്രസ്ഥാനമാണ്. ഈ നാട്ടിലെ യുവസമൂഹത്തെ, യുവതയെ, ചെറുപ്പക്കാരെ കൂടെ കൂട്ടി. ഇതാണ് ആവശ്യം, ഇതാണിപ്പോൾ ആവശ്യം. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയണില്ല, നീട്ടിപ്പരത്തി പറയേണ്ട സമയമല്ല. എനിക്കും രാവിലെ കൈതപ്പുറം ദാമോദര നമ്പൂതിരിയോടൊപ്പം ഇരുന്നിട്ടൊരു സംഭാഷണ പരിപാടിക്ക് പോകാണ്ട് സമയം കുറച്ച് വൈകുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കുറേ പറയേണ്ട കാര്യമില്ല. ഇത് കർമ്മത്തിൻ്റെ ഇടമാണ്, ഇത് വാക്കിൻ്റെ ഇടമല്ല. ഇത് പ്രവർത്തനം തെളിയിച്ചവരുടെ ഇടമാണ്. കുറേ വർത്തമാനം പറയുന്നവരുടെ ഒരു മൂവ്മെൻ്റ് അല്ല ബ്രിഡ്കോ. കുറച്ച് വർത്തമാനം പറഞ്ഞ് ധാരാളം പ്രവർത്തിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കൾ ബ്രിഡ്കോക്കാർ ചെയ്തത്. അവരുടെ കർമ്മമണ്ഡലം ഇന്നൊരുപാട് വികസിച്ചു. ഞാൻ ഡൽഹിയിൽ പോയിരുന്നു, അവരുടെ ആസ്ഥാനത്ത്. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ മലയാളികളുടെ ഒരു ബുദ്ധി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി മലയാളികളുടെ ഒരു കർമ്മശേഷി, ബുദ്ധിയും കർമ്മശേഷിയും രണ്ടും ചേർന്ന് പോകണം. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അസറ്റാണ്. നശിച്ചാൽ ഇത്ര വൃത്തിയായിട്ടൊരു മുതൽ വേറില്ല. ഇത്ര വൃത്തിയായിട്ട് ഒരു നാടിനെ വിലയിരുത്തേണ്ടത് ആ നാടിൻ്റെ യൂത്തിനെ നോക്കിയിട്ടാണ്. യു ജസ്റ്റ് അനലൈസ് എ കൺട്രി ഓർ എ സൊസൈറ്റി അനലൈസിങ് ഇറ്റ്സ് യൂത്ത്. ആ യൂത്ത് എങ്ങനെയാണോ അതായിരിക്കും ആ രാജ്യം, ആ സമൂഹം. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരിപ്പോൾ ഒരുപാട് അറിവിൽ മുന്നേറുന്നു, വിദ്യാഭ്യാസത്തിൽ മുന്നേറുന്നു, ശാസ്ത്ര ഗവേഷണങ്ങളിൽ മുന്നേറുന്നു. അതോടൊക്കെ മുന്നേറുന്നതോടൊപ്പം ക്യാരക്ടറിൽ മുന്നേറണം, സ്വഭാവ നിർമ്മാണത്തിൽ. നല്ല സ്വഭാവം ഉള്ളവർക്ക് ഇതൊക്കെ കെട്ടിപ്പടുക്കാൻ കഴിയും. അപ്പോൾ ആ ചെറുപ്പക്കാരുടെ എനർജി നല്ല. ഇപ്പോൾ നാട്ടിൽ ആകെ വ്യാപിച്ചിട്ടുള്ളൊരു സംഗതി എന്താ? അതിഭയങ്കരമായ മയക്കുമരുന്ന് ലോബി കേരളത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ചെറുപ്പക്കാരാണ്. എല്ലാ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടായി പോക്ക്? ഈ യുവാക്കളെ ഒന്നിനും കൊള്ളാതാക്കുന്ന ഒരു അതിഭയങ്കരമായ ഗൂഢാലോചന, ഒരു കച്ചവട താല്പര്യത്തിൻ്റെ മുകളിൽ അവർക്ക് തന്നെ പറ്റാത്തവരാക്കുക. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. അവർ ലോകത്തിന് പ്രയോജനപ്പെടാതെ പോകുന്നുവോ, സമൂഹത്തിന് പ്രയോജനപ്പെടാതെ പോകുന്നുവോ, സ്വന്തം മാതാപിതാക്കൾക്ക് അതൊക്കെ രണ്ടാമത്തെ, മൂന്നാമത്തെ, പത്താമത്തെ വിഷയമാണ്. അവർക്ക് തന്നെ പ്രയോജനപ്പെടാതാക്കുക, അവരുടെ ലൈഫ് തകർക്കുക, അവരെ ഒന്നും അല്ലാതാക്കുക.
ഒരാളെയും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു ജീവച്ഛവമാക്കുക. അമ്മയെ തൃപ്തിപ്പെടുത്തലൊക്കെ പോട്ടെ, സ്വന്തം ജീവിത പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്. സ്വന്തം ലൈഫ് പാർട്ട്ണർ പോലും അയാളൊപ്പം നിൽക്കില്ല. പെണ്ണാണെങ്കിൽ അവളുടെ കൂടെ നിൽക്കില്ല. കാരണം ആരും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. സ്വയം നശിച്ച ഒരു ജീവിതം മറ്റൊരു ജീവിതത്തെ തൃപ്തിപ്പെടുത്തില്ല. അവരൊക്കെ ഇരയാക്കുന്നത്, അവരൊക്കെ ടാർഗറ്റ് യൂത്താണ്. ആ യൂത്തിൻ്റെ എനർജി, അവരുടെ റിസോഴ്സസ്, അവരുടെ മെൻ്റൽ പവർ, അവരുടെ ബുദ്ധിശക്തി, അവരുടെ ഇൻ്റലക്ച്വൽ പവർ. ഞാനവിടെ ഇരിക്കുമ്പോൾ ബ്രിഡ്കോയുടെ നേതാക്കൾ, അതിനെ വളർത്തിയെടുത്ത അതിൻ്റെ ശില്പികൾ എന്ന് ഞാൻ അവരെ വിളിക്കട്ടെ, അതിൻ്റെ ശില്പികൾ, അവരെന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ യുവാക്കളെ പറ്റി ചിന്തിക്കുന്ന ഒരാളാണ്, യുവസമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്ന ആളാണ്, യുവസമൂഹത്തെ ദിനം എന്നോണം അവരോട് സംവദിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറുപ്പക്കാരുമായിട്ട് വളരെ അടുത്ത, അവരുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാരം, അവരുടെ വിഷയങ്ങൾ, വിശേഷങ്ങൾ, അതുമായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണ്. അവരുടെ സ്വപ്നം വളരെ ശരിയാണ്, അവരുടെ കാഴ്ചപ്പാട് ശരിയാണ്. ചെറുപ്പക്കാരെ തന്നെയാണ് കൂടെ കൂട്ടേണ്ടത്, അവരെയാണ് ഉദ്ധരിക്കേണ്ടത്, അവരുടെ കർമ്മശേഷിയാണ് ഉപയോഗിക്കേണ്ടത്. അത് ശരിയായ ദിശാബോധത്തോടെയാണ് ബ്രിഡ്കോ ചെയ്യുന്നത്. ശരിയായൊരു ദിശാബോധമുണ്ട് ഇതിൻ്റെ പിറകിൽ. നിർമ്മാണമാണ് വേണ്ടത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലായിടത്തും നടക്കുന്നത് സംഹാരമാണ്. നശിക്കുക, നശിപ്പിക്കുക, സ്വയം നശിക്കുക, മറ്റുള്ളവരെ നശിപ്പിക്കുക. ഈ കഴിഞ്ഞ ദിവസം 2 മക്കളെ കൊന്നിട്ട്, ഇതും ഈ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചത്, അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. 2 ചെറിയ മക്കളെ ഒക്കെ മിനിഞ്ഞാന്ന്, കഴിഞ്ഞ ആഴ്ചയിലെ സംബന്ധമൊക്കെ എല്ലാ ദിവസവും നടക്കുന്നുണ്ടാവും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അപ്പോൾ സ്വയം നശിക്കുക, 2 കുഞ്ഞുങ്ങളെ കൊന്നുകളയുക. എന്തോ അവർ ജീവിച്ചിരുന്നാൽ എന്തൊക്കെ ആയിത്തീരും. അതും സ്വന്തം മാതാവ്. നേരത്തെ ഞാൻ പറഞ്ഞത് മാതാവിനെ വകവരുത്തിയ മകനെ കുറിച്ചാണ്. ഇപ്പം ഞാൻ പറയണത് മക്കളെ വകവരുത്തിയ മാതാവ്. അപ്പോൾ മാതൃത്വം എന്താ? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണ് പ്രശ്നം. മനസ്സാണ്. ആ മനസ്സിനെ നേർവഴിക്ക് തിരിച്ചുവിടണം. അതിനുള്ള പോംവഴികളുണ്ടാവണം. വളരെ ഗാഢമായിട്ട് ആലോചിക്കണം, പദ്ധതികളുണ്ടാവണം. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ദഹിച്ചു എന്ന് വരില്ല ആർക്കും. പിന്നെ പിന്നെ പ്രയോഗത്തിൽ വരുമ്പോൾ ദഹിക്കും. ബ്രിഡ്കോ നിങ്ങളോട് നിങ്ങളെ എൻ്റർപ്രീനർമാരാക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ബ്രിഡ്കോ തെളിയിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഇന്നും ഇവിടെ വെച്ച് ഓണർ ചെയ്തത്. ആ മാർഗത്തിലൂടെ മുന്നേറാൻ സാധിക്കട്ടെ. കർമ്മശേഷി കൊണ്ട് നിർമ്മാണത്തിൻ്റെ സ്തംഭങ്ങൾ, മണിമന്ദിരങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ. നിർമ്മാണം എല്ലാവർക്കും ഗുണമാണ്. സ്വന്തത്തിന് ഗുണമാണ്, കുടുംബത്തിന് ഗുണമാണ്, രാജ്യത്തിന്, നമ്മൾ പാർക്കുന്ന നമ്മുടെ രാജ്യം, ഇതൊക്കെ നമ്മുടെ രാജ്യത്തിനുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ്. ബ്രിഡ്കോ ഇവിടെ ഒരു മാനുഫാക്ചറിങ് സെൻട്രൽ ഡിവിഷനാണ് ഉദ്ഘാടനം ചെയ്തത്. ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങണം. ഒരു പുതിയ സംരംഭമാണ്. അത് പുതിയൊരു കോൺട്രിബ്യൂഷനാണ് രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലേക്ക്. കേരള സംസ്ഥാനത്തിന് നൂതനമാണ്. ആരും ചെയ്യാത്തതാണ് ബ്രിഡ്കോ ചെയ്യുന്നത്. ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെയാണ് ബ്രിഡ്കോ സഞ്ചരിക്കുന്നത്. ആരും സഞ്ചരിക്കാത്ത പാത ചിലപ്പോഴൊക്കെ ദുർഘടമായിരിക്കും. ആ ദുർഘടമായ പാതയെ വളരെ സുലളിതമായ സഞ്ചാരത്തിന് യോഗ്യമാക്കി തീർക്കുന്ന കരവിരുതാണ് ഈ മഹത്തായ സ്ഥാപനം കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനിയും മുന്നോട്ട് പോട്ടെ. ഇവിടെ വരാനും ഇത്രയും അഭിമാനമുള്ള ഒരു സ്ഥാപനത്തിൽ കാലുകുത്താനും അതിൻ്റെ ഒരു മഹനീയമായ സംരംഭം എൻ്റെ എളിയ കരങ്ങളെ കൊണ്ട് നിർവഹിക്കാനും എനിക്കും അവസരമുണ്ടായതിൽ സന്തോഷമുണ്ട്. ഇതിനിയും വളർന്നു പോട്ടെ. ബ്രിഡ്കോ വളരുന്നതോടൊപ്പം ബ്രിഡ്കോടൊപ്പം ഒരുപാട് വ്യക്തികൾ വളരുകയാണ്, കുടുംബങ്ങൾ വളരുകയാണ്. അവർക്ക് ആശ്വാസം ഉണ്ടായിത്തീരാണ്, അത്താണിയായിത്തീരാണ്. തൊഴിൽദായകം പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അത്താണി അണിയിച്ചു കൊടുക്കുന്ന, തയ്യാറാക്കി കൊടുക്കുന്ന ഒരു സംരംഭമാണ്. അതിലൂടെ മുന്നോട്ട് പോട്ടെ. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ഹംസ അഞ്ചുമുക്കിലിനെ പോലുള്ള വളരെ ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ടുള്ള വിദ്യ, ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചു എന്ന് അടയാളപ്പെടുത്തുന്നത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ്, കുറേ നാശം ഉണ്ടാക്കിയിട്ടല്ല. അയാൾ ആരും ഓർക്കാൻ പോണില്ല.
ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്തു, എന്തെങ്കിലും ഒരു വിദ്യ, എന്തെങ്കിലും ഒരു അറിവ്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തി തൻ്റെ ഇടം തീർക്കുകയാണ്. തൻ്റെ കാലശേഷവും ആ വ്യക്തി തൻ്റെ കാൽപ്പാട് ഈ മണ്ണിൽ പതിപ്പിച്ചിട്ടാണ് കടന്നു പോണത്. അങ്ങനെയുള്ളവർ ഉണ്ടായിരിക്കണം. ഹംസയെപ്പോലുള്ളവരുടെ സാങ്കേതിക വിദ്യ, മുത്തുവിനെ പോലെയും മുത്തുവിൻ്റെ സഹോദരന്മാരുടെയും അവരുടെ കർമ്മശേഷി, അവരുടെ ആശയങ്ങൾ, അവർക്ക് പൈതൃകമായിട്ട് ലഭിച്ചിട്ടുള്ള ബിസിനസ്സിലുള്ള അവരുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യം, അവരുടെ പിതാവിനെ ഒരു ബിസിനസ്സുകാരെന്ന് മാത്രമായിട്ട് കണ്ടാൽ പോരാ. ഞാൻ വളരെ ബഹുമാനിക്കുന്ന, എനിക്ക് വളരെ അടുത്ത സ്നേഹബന്ധമുണ്ടായിരുന്ന കോഴിച്ചന കുഞ്ഞു ഹാജി സാഹിബ് മർഹൂം, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അത്രയും വലിയൊരു മനുഷ്യൻ. അദ്ദേഹത്തെ വെറും വ്യാപാരി എന്ന് വിളിച്ചാൽ പോരാ, ഒരു സ്നേഹസമ്പന്നനായൊരു നല്ല മനുഷ്യൻ. എല്ലാവർക്കും തണൽ വിരിച്ചു കൊടുത്ത, ചിറക് വിരിച്ചു കൊടുത്ത. സാധാരണക്കാർ ചിലർ ഉയർന്നു പോയിട്ട് അസാധാരണത്വത്തെ പ്രാപിക്കും. സാധാരണക്കാരായിരിക്കും അവർ, പക്ഷെ അവരുടെ ജീവിതം അസാധാരണമായിരിക്കും. അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ ഓർക്കാതെ എനിക്കിവിടെ വരാൻ കഴിയില്ല. ഇവിടെ വരുമ്പോഴും കാണുമ്പോഴും ഇവരൊക്കെ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ അദ്ദേഹമാണ്. അത് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയാണ് ഞാൻ ഇവരിലൊക്കെ കാണുന്നത്, ഈ കുട്ടികളിലൊക്കെ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ മക്കളിലൊക്കെ കാണുന്നത്. ഒരു വലിയ പിതാവിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ കർമ്മശേഷി തുടരുകയാണ്. ഒറ്റ വാക്കും കൂടി ഞാൻ പറയുകയാണ്, നമ്മളാരും ഒറ്റക്കൊന്നും ചെയ്യുന്നില്ല. അവർ ചെയ്തു വെച്ചതിൻ്റെ തുടർച്ച മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ മുമ്പിലുള്ള കുട്ടികളോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ, അച്ഛനമ്മമാരുടെ, ഉമ്മമാരുടെ തുടർച്ച മാത്രമാണ്. യു ആർ ഓൺലി കണ്ടിന്യൂയിങ് ദെയർ മിഷൻ. അവരിത് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അവർ നിങ്ങൾക്ക് നേടിയ വിദ്യാഭ്യാസം അവർ നേടിയിട്ടുണ്ടാവണമെന്നില്ല. അവർ നിങ്ങളെ മാതിരി ഉള്ള വിദ്യാഭ്യാസം, ഈ അനുഭവം ഒന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങളെങ്ങനെയാണ് അവർ ചെയ്തു വെച്ച് തുടരുന്നത്? അവരിതൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, അവരിങ്ങനെ പഠിച്ചിട്ടില്ലല്ലോ, അവർക്കിതൊന്നും അറിയില്ലല്ലോ. അതല്ലല്ലോ അത്. തുടരുക എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങി വെച്ച കർമ്മത്തിൻ്റെ, സൽക്കർമ്മത്തിൻ്റെ തുടർച്ചയല്ലേ നമ്മൾ. അവരുടെ പുണ്യമല്ലേ നമ്മൾ. അപ്പം നമ്മൾ ചെയ്യണതൊക്കെ അവർക്കുള്ളതാണ്. അവർ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ചയാണ്. നമ്മളൊന്നും ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഞാനതിന് വലിയ എതിരാണ്. നമ്മൾ അവരുടെ തുടർച്ച മാത്രമാണ്. നമ്മൾ അവരുടെ പുണ്യമാണ്. നമ്മൾ അവരുടെ പ്രഭയാണ്, പ്രഭാവമാണ്. ആ നിലയിൽ തന്നെ ഇവിടെ വന്നു നിൽക്കുമ്പോൾ അത് ഞാൻ പറയണം. കാരണം എനിക്ക് ഇവരെക്കാളും ബന്ധം ഇവരുടെ പിതാവുമായിട്ടാണ്. എനിക്ക് ഇവരായിട്ട് അത്ര ബന്ധമില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ചെലവഴിച്ച സമയം ഞാൻ ഇവരെ കൂടെ ചെലവഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ തുടർച്ച കാണും, ഞാൻ അദ്ദേഹത്തിൻ്റെ നിഴലുകൾ കാണും, ഞാൻ അദ്ദേഹം സൃഷ്ടിച്ച വെളിച്ചം കാണും. അത് മാത്രം പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തെ ഓർത്തുകൊണ്ട്, നിങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബ്രിഡ്കോ മാനുഫാക്ചറിംഗ് ഡിവിഷൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ്, അതിൻ്റെ മഹത്തായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് നല്ലത് വരട്ടെ. നല്ലൊരു തിങ്കളാഴ്ചയിലെ നല്ലൊരു പ്രഭാതം, നല്ലത് വരട്ടെ. നിങ്ങളൊക്കെ വലിയ ആളുകളാവട്ടെ. നിങ്ങൾ വലിയ വലിയ ഇടങ്ങളിൽ കാണാനിട വരട്ടെ. ദേശീയവും രാജ്യാന്തരവുമായ ഇന്ത്യയുടെയും ഇന്ത്യക്ക് പുറത്തുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് അതിൻ്റെയൊക്കെ വലിയ അധികാരികളായി നിങ്ങൾ വാഴുന്നത്, നിങ്ങളെ വാഴുന്നോർ ആയി കാണാനിട വരട്ടെ. വാഴുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടൊരു അധികാരത്തിൽ ഒരു 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 മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, അതാണ് അധികാരം. അധികാരം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഹങ്കാരം കാട്ടാനല്ല. നമ്മൾ നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭത്തിൻ്റെ തലപ്പത്ത് വരുമ്പോൾ നമ്മൾ ആ മനുഷ്യത്വത്തെ വാഴുകയാണ്. മനുഷ്യത്വത്തോടു കൂടി അവിടെ നിലനിൽക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ സൗമ്യമായി എൻ്റെ എളിയ വാക്കുകൾ കേട്ട കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, യുവപ്രതിഭകൾക്ക് എൻ്റെ നന്ദി പ്രത്യേകം പ്രകാശിപ്പിച്ചു.